ഷബിൻ വർക്കി ഷബിൻ വർക്കി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്ന കാലയളവ് എന്ന് പറയുന്നത് കരുവന്നൂർ കത്തിപ്പിടിച്ച് നിൽക്കുന്ന കാലയളവാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFI അന്വേഷണം തുടങ്ങി. അത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ടൈംസ് എന്ന് പറഞ്ഞാൽ SFI ഇങ്ങനെ എന്താണ് ഇങ്ങനെ അന്വേഷണം പച്ചപിടിച്ചു വരുന്നൊരു സമയമാണ്. ആ സമയത്ത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ദത്താത്രേയ ഹോസാബലയെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോയി കണ്ടു. ഇപ്പോൾ ഞാൻ PV അൻവറിനോട് അല്പസമയം മുമ്പ് ചോദിക്കുകയായിരുന്നു. അൻവറിനോട് അതിൻ്റെ രാഷ്ട്രീയ ഭാഗം ചോദിച്ചില്ലെങ്കിൽ കൂടിയും ദത്താത്രേയ ഹോസാബലയെ പോയി കണ്ട കാര്യം അൻവറിനും ആരോ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതോ ഉദ്യോഗസ്ഥ ലെവലിൽ ആരോ മെസ്സേജ് അയച്ച കാര്യം അൻവറും പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് കൃത്യം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്ന ആരോപണമാണോ ഷബിൻ വർക്കി? അത് ഗുരുതര ആരോപണമാണ്. ഹാഷ്മി, ഇപ്പോൾ BJPയുടെ പ്രതിനിധിക്കും ആ കാര്യത്തിൽ തികച്ചും കൃത്യമായൊരു മറുപടി പറയാനില്ല. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സമയം വരെയായിട്ടും അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ അതിലും വലിയ തെളിവ് വേറെ വല്ലതുമുണ്ടോ? ഇല്ലെങ്കിൽ ഇവർ നിഷേധിക്കട്ടെ. നിഷേധിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും പറയാം. ഇതിനകത്ത് പ്രശ്നം അല്ല, അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെങ്കിലും മറുപടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ. അല്ല, തീർച്ചയായിട്ടും. അതായത് ശ്രീ പിണറായി വിജയൻ പറയട്ടെ, നിഷേധിക്കട്ടെ. ശ്രീ പിണറായി വിജയൻ നിഷേധിച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല, എൻ്റെ അറിവിൽ ശ്രീ MR അജിത് കുമാർ പോയിട്ടില്ല എന്ന് MR അജിത് കുമാറും ശ്രീ പിണറായി വിജയനും പറയട്ടെ. അതിനുശേഷം ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞോളാം. ഞങ്ങൾ വെറുതെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നുവെന്ന് മെയ് 20 എന്ന് പറയുന്ന ഡേറ്റ് വെച്ച് കൃത്യം സ്ഥലം വിദ്യാമന്ദിർ തൃശ്ശൂരിൽ വെച്ച് ഹൊസബല്ലെ ദത്താത്രേയ ഹൊസബല്ലെ എന്ന് പറയുന്ന RSS ജനറൽ സെക്രട്ടറിയെ ഹയാത്ത് ഹോട്ടലിൽ ADGP MR അജിത് കുമാർ തൻ്റെ ഔദ്യോഗിക വാഹനം അവിടെ ഇട്ട് മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി കണ്ടുവെന്ന് വെറുതെ ഒരു നാട്ടിൽ പ്രതിപക്ഷ നേതാവ് രാവിലെ വന്നങ്ങ് പറയുമെന്ന് അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കാമോ ഹാഷ്മി? ഇത്രയധികം കൃത്യമായിട്ടല്ലേ പറഞ്ഞ്. ബാക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ADGP നിഷേധിച്ച് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ ഞങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്താണ് ഹാഷ്മി? ഇതിനകത്ത് പ്രശ്നം ഇപ്പോൾ ഈ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നതാണ്, നമുക്കാർക്കും സംശയമില്ല. ഇപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെയും സംശയത്തിൻ്റെ നിഴലിലും അന്വേഷണത്തിലും നിൽക്കുന്ന ഒരു സംഗതിയാണ്. ആ ഒരു കേസിൻ്റെ അനുബന്ധമായിട്ട് വേണം ശ്രീ PV അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് P ശശിക്കും MR അജിത് കുമാറിനും വലിയ ബന്ധങ്ങളുണ്ടെന്നും അവരാണ്, സുജിത് ദാസ് അടക്കമുള്ള ഗ്യാങ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇപ്പോൾ ADGP, പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രി തന്നെ അറിയാതെ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമെന്ന് നമുക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഹാഷ്മി? ഇനി അല്ലെങ്കിൽ പറയുകയാണ് മുഖ്യമന്ത്രി അറിയുന്നില്ല, മുഖ്യമന്ത്രിയെ ഇരുട്ടിൽ കണ്ണുകെട്ടി നിർത്തി മറ്റൊരു സംഘം, പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള മറ്റൊരു സംഘം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരു വാക്കിത് അറിഞ്ഞിരുന്നെങ്കിൽ തടയാനുള്ള നടപടി ചെയ്യുമായിരുന്നു മുഖ്യമന്ത്രി എന്ന് അൻവർ എന്ന കാപട്യം പറയുന്നതല്ല. അൻവർ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ച് പറയലാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ അവിൻ വർക്കി? അതായത് ഹാഷ്മി, ശ്രീ PV അൻവർ പറയുന്നതിന് വാദത്തിന് വേണ്ടി ശരിവെച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കോൺട്രാഡിക്ടറിയാണ്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടക്കുന്നത് ഏതാണ്ട് 2019-20 സമയത്താണ്. ആ സമയത്താണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മറ്റൊരു സ്ത്രീയുമായി ചേർന്ന് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് 112 ദിവസം അതിൻ്റെ അനുബന്ധമായി ജയിലിൽ കിടന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ ആ 112 ദിവസം ജയിലിൽ കിടന്നപ്പോൾ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വസ്തനായ ശിവശങ്കരൻ ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു മുഖ്യനായ മന്ത്രിയാണോ, ഒരു മുക്കുന്ന മന്ത്രിയാണോ ഉള്ളതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നില്ലേ ഹാഷ്മി? അതിനുശേഷമാണ് P ശശി അവിടെ വരുന്നത്. അപ്പോൾ P ശശി വന്നും ADGP MR അജിത് കുമാറിനെ വെച്ചും ആ സ്വർണ്ണക്കള്ളക്കടത്ത് തുടരുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നിഷ്കളങ്കരായ ജനവാദം വിശ്വസിക്കുമെന്നാണോ ഇവരൊക്കെ കരുതുന്നത്? വളരെ വ്യക്തമാണ് ഹാഷ്മി. അല്ലെങ്കിൽ ഇനി ഈ CPM-ന്റെ ആളുകൾ പറയുന്നതൊക്കെ വിശ്വസിക്കാമെങ്കിൽ PV അൻവറിനെതിരെ നടപടി എടുക്കട്ടെ. PV അൻവർ LDF-ൽ ഇല്ല എന്ന് പറയട്ടെ. PV അൻവർ പറഞ്ഞത് തെറ്റാണെന്ന് പറയട്ടെ. അതല്ലേ ഇതിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി LDF ഇന്ന് കാണിക്കേണ്ട മാന്യത, CPM കാണിക്കേണ്ട മാന്യത. അത് ഈ നിമിഷം വരെ അത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഹാഷ്മി, ഒരാഴ്ചയായി കേരളത്തിലെ CPM-ന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പോലും വന്ന് നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നത്. അപ്പോഴാണ് ഈ പൂരം കലക്കിയ കേസ് വരുന്നത്. പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ് എന്ന് ഞങ്ങളാണോ പറഞ്ഞ ഹാഷ്മി? ഞങ്ങൾ ശ്രീ K മുരളീധരൻ ആദ്യമേ ഇത് പറഞ്ഞു. പക്ഷെ അതിന് അടിവരയിടുന്നത് ആരാണ്?
PV അൻവർ ഭരണപക്ഷ MLA പറഞ്ഞു പൂരം കലക്കിയത് BJPക്ക് വേണ്ടി. അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽ കുമാർ പറയുന്നത് പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ് BJPക്ക് വേണ്ടി, പോലീസാണ് കലക്കിയത്, പോലീസ് അവിടെ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇന്ന് ശ്രീ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണത്തിന് പ്രസക്തിയേറുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി RSS മേധാവിയെ കാണാൻ ADGPയെ പറഞ്ഞു വിട്ടത്? എന്തിനാണ് 1 മണിക്കൂർ നേരം RSS മേധാവിയുമായി ADGP അജിത് കുമാർ ഒരൗദ്യോഗിക കാര്യവുമില്ലാതെ ഈ കേരളത്തിന്റെ ഏതെങ്കിലും ADGPമാരും DGPമാരും RSS മേധാവികൾ വരുമ്പോ ചർച്ച നടത്തുന്നത്? ആഷ്മി, ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ഗവർണറും ADGPയും രണ്ടല്ലേ ഹാഷ്മി? ADGP ലോ ആൻഡ് ഓർഡർ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, ഇവിടെ RSS മേധാവിയുമായി ചർച്ച നടത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇന്റലിജൻസ് ഉള്ള മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. വളരെ കൃത്യമാണ് ആഷ്മി, ഇതിൽ പുകമറയൊന്നും സൃഷ്ടിക്കാനില്ല. പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ADGP അജിത് കുമാറിനെ RSS മേധാവിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വിട്ടതാണ്. എന്താണ് അതിൽ കോംപ്രമൈസ് നടന്നിരിക്കുന്നത്? സ്വർണ്ണക്കള്ളക്കടത്താണോ? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസാണോ? കരുവന്നൂരാണോ? ഇതിന്റെയൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കിയാണോ ഈ പൂരം കലക്കി അവിടെ BJPക്ക് താമര വിരിയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതേവരെ വായ തുറന്നതിനകത്ത് പറഞ്ഞിട്ടില്ല. എല്ലാത്തിലും പ്രതികരിക്കണ ഗോവിന്ദമാഷ് എവിടെ പോയി ആഷ്മി? എല്ലാത്തിലും പ്രതികരിക്കുന്ന ഗോവിന്ദമാഷ് എവിടെ പോയി? മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാ. ഒന്ന്, മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ വലിയ പടപ്പുറപ്പാടുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നത് ഗോവിന്ദമാഷാണ്. ആ ഗോവിന്ദമാഷിന്റെ വലിയ സംഘം, ആ സംഘത്തിന്റെ പിൻബലത്തോടെ അല്ലാതെ അൻവറിന് പ്രതികരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഹാഷ്മി. നമ്മൾ കഴിഞ്ഞ ഒരു 10-25 കൊല്ലത്തിനുള്ളിൽ സഖാവ് പിണറായി വിജയനെ ആരെങ്കിലും ഇങ്ങനെ പൊങ്കാലയിട്ട് തൂക്കിയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്നും അൻവർ എന്നാ പറഞ്ഞേ? പിണറായി വീട്ടിൽ നിന്ന് അങ്ങ് വന്ന് മുഖ്യമന്ത്രി ആയതാണോ? ഇവിടെ പാർട്ടി തീരുമാനിച്ചല്ലേ മുഖ്യമന്ത്രി ആയതെന്നൊക്കെ പിണറായി വിജയൻ, ഏത് പിണറായി വിജയൻ? ഡബിൾ ചെങ്കൻ, ഇരട്ടച്ചങ്കൻ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ദൈവമായ പിണറായി വിജയനെ വഴിക്കിടെ പോണ ഒരു അൻവർ ഇവിടെ തൂക്കിയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഹാഷ്മി, അതിൽ നിന്ന് സാമാന്യ ബോധമുള്ള മലയാളി വിശ്വസിക്കേണ്ടത് എന്താ? കൃത്യമായി പാർട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള പിന്തുണയുണ്ട് അൻവറിന്. ശരി. അല്ല, അല്പസമയം മുൻപ് നമ്മൾ അൻവറിനോട് സംസാരിക്കുമ്പോൾ പിണറായി വിജയനൊന്നും അറിയുന്നില്ല. പിണറായി വിജയനോട് അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ പിതൃതുല്യ വാത്സല്യത്തിന്റെ കാര്യവും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്.